ബസ് റൂട്ടിനടുത്തായിട്ട് ഏകദേശം 10 വില്ലകളാണ് ഈ ഒരു പ്രൊജക്ടിനകത്ത് വരുന്നത്. സ്ഥലം പറയുകയാണെങ്കിൽ എറണാകുളം ജില്ലയിലെ പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് വെറും 2 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ കാണുന്ന സ്ഥലം വരുന്നത്. പറക്കോട് എന്നാണ് സ്ഥലത്തിന് പേര് വരുന്നത്. ബസ് റൂട്ടിന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വില്ല പ്രൊജക്ട് വരുന്നത്. ഏകദേശം ഒരു 250-300 മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. 10 വില്ലകളാണ് രണ്ട് സൈഡിലായിട്ടുള്ളത്. മിഡിലൂടെ പോകുന്ന റോഡ് നോക്കിക്കോളൂ, വൈഡ് ആയിട്ടുള്ള റോഡ് തന്നെയാണ്. ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ അളവ് നോക്കുവാണെങ്കിൽ 4,700 ആണ് ലാൻഡ് അളവ്. 2,500 സ്ക്വയർ ഫീറ്റിൽ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള 4 ബെഡ്റൂമുകളോട് കൂടിയിട്ടാണ് സിമ്പിൾ ആയിട്ടും ഭംഗിയായിട്ടും ചെയ്തിരിക്കുന്ന ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭംഗിയായിട്ടാണ് വീടിന് എലിവേഷൻ കൊടുത്തിരിക്കുന്നത്. വൈറ്റ് കളർ പെയിന്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ഏറ്റവും ടോപ്പിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു റെഡ് കളർ ടെക്സ്ചർ വർക്ക് വരുന്നുണ്ട്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലെ പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ അവിടെയും യെല്ലോ ഷെയ്ഡ് വരുന്ന ടെക്സ്ചർ വർക്കാണ്. വൈറ്റ് കളർ പെയിന്റ് കൊടുത്തിരിക്കുന്ന വീടുകൾ കാണാൻ തന്നെ നമുക്ക് നല്ല ഭംഗിയാണ്. അപ്പൊ അതിനിടയ്ക്ക് എന്തെങ്കിലും കളർ കോമ്പിനേഷനുകളും കൂടെ വരുമ്പോൾ അത് വീടിന്റെ ഭംഗി കുറച്ചുകൂടെ എടുത്തു കാണിക്കുകയാണ്. ആവശ്യത്തിനുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് വരുന്നുണ്ട്, LED സ്ട്രിപ്പുകൾ വരുന്നുണ്ട്. എല്ലാം കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. മതിൽ കഴിഞ്ഞാൽ നമുക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ മെയിൻ 2 പില്ലറുകളിൽ ഷോ ലൈറ്റ് വരുന്നുണ്ട്. ഗേറ്റ് സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റ് തുറന്ന് നേരെ അകത്തേക്ക് കടക്കുമ്പോൾ ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് കിട്ടുന്നത്. നല്ല വലിയൊരു മുറ്റം തന്നെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം അറിയണ്ടേ? എറണാകുളം ജില്ലയിലെ പള്ളിക്കര പറക്കോടാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇവിടെ നിന്ന് പള്ളിക്കര ജംഗ്ഷനിലേക്ക് 2 കിലോമീറ്റർ, ഇൻഫോ പാർക്കിലേക്ക് 6 കിലോമീറ്റർ, തൃപ്പൂണിത്തുറയിലേക്ക് 15, കളക്ടറേറ്റിലേക്ക് 11 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 15 കിലോമീറ്റർ, എയർപോർട്ടിലേക്ക് വെറും 45 മിനിറ്റ്സിന്റെ ട്രാവൽ മാത്രമേ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ നിന്ന് വൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അറിയണമെങ്കിൽ വെറും 40 മിനിറ്റ് കൊണ്ട് നമുക്ക് വൈറ്റ്ലയിലേക്ക് ഈസി ആയിട്ട് എത്താവുന്നതാണ്. വീടിന്റെ വലിയൊരു മുറ്റം നിങ്ങൾ കണ്ടു. ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ വരുന്ന സമയത്ത് താഴെയുള്ള പോർഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വഴി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 2 വീലേഴ്സ് വെക്കാനും അതുപോലെ ചെടികളൊക്കെ നടണമെങ്കിലും നല്ല സ്പേഷ്യസ് ആയ ഏരിയ ആണ് ഇവിടെ കിട്ടുന്നത്. സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. ഇവിടെ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് അവിടെ മെറ്റൽ ചിപ്പുകളാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിലും ഏരിയ സ്പേഷ്യസ് ആണ്. ഇവിടെയും മെറ്റൽ ചിപ്പാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ കിച്ചണിന്റെ പോർഷൻ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ നമുക്ക് വർക്ക് ഏരിയയൊക്കെ ആയിട്ട് നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് കിണർ വരുന്നത്. നമുക്ക് നോക്കിയാൽ തന്നെ കാണാം നല്ല വാട്ടർ ആണ് കിണറിനകത്തുള്ളത്. നമുക്ക് കിണറിന്റെ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. നമ്മൾ ഈ ഒരു വഴി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും വീടിന്റെ ഫ്രണ്ട് പോർഷനിലാണ് വന്നിരിക്കുന്നത്. സിറ്റ് ഔട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യത്തിന് നീളവും വീതിയൊക്കെ കൊടുത്തിട്ട് നല്ലൊരു സിറ്റ് ഔട്ട് ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത്. 2 അല്ലെങ്കിൽ 3 ചെയറുകൾ പ്ലേസ് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെയും മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഭംഗിയുള്ള ഡിസൈനിലാണ് പില്ലർ വരുന്നത്. മെയിൻ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് ദർശനം വരുന്നത്. വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത്. ഇതുപോലെ നല്ലൊരു ഡിസൈനിൽ സ്റ്റീൽ ബീഡിംഗ് ഒക്കെ കൊടുത്തിട്ട് 2 ആയിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ലിവിംഗ് സ്പേസ് 13 അടി നീളവും 10 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള വിൻഡോസ് TV യൂണിറ്റിന്റെ സൈഡിലാണ് വരുന്നത്. നല്ല രീതിയിൽ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. ഉടനായിട്ടും പാനലിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. സൈഡിൽ ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും വരുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആണ് വർക്കുകൾ വരുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ ആവശ്യത്തിന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ലിവിംഗ് സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ്ങിലേക്ക് പോകുന്ന സമയത്ത് എൻട്രൻസ് ഭംഗിയായിട്ട് പാനലിംഗ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നിറയെ ഓപ്പൺ ഷെൽഫുകൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന്റെ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോറേജ് സ്പേസ് ആണ് കിട്ടുന്നത്. ഇവിടെ നിന്നാണ് ഓപ്പണിംഗ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഡോർസ് ഫ്ലവേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഏരിയ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടുന്ന് കിച്ചണിന്റെ അങ്ങോട്ട് പോകുന്ന ഈ ഒരു പാർട്ടീഷന്റെ എൻട്രൻസ് നോക്കിയാലും കാണാം ഭംഗിയായിട്ട് ഷെൽഫുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഡൈനിങ് റൂമിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഭാഗത്ത് നമുക്ക് 2 വിൻഡോസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ ബാക്കിയുള്ള 3 വിൻഡോസ് ഈ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. 13 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ഡൈനിങ് സ്പേസ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഫ്ലോർ ടൈലുകൾ നോക്കുവാണെങ്കിൽ നല്ല നീളവും വീതിയുമുള്ള വലിയ ഫ്ലോർ ടൈലുകൾ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. സിമ്പിൾ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റെയർ കേസ് എല്ലാം ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ്. ഹാൻഡ് റൈൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ചെയ്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡ് ഹാൻഡ് റൈൽസിന്റെ സെയിം മോഡലിൽ തന്നെ LED സ്ട്രിപ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർ കേസിന്റെ താഴെ കംപ്ലീറ്റ് ആയിട്ട് കബോർഡുകളായിട്ട് തിരിച്ചിട്ടാണ് സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്വിച്ചസും കേബിളൊക്കെ നോക്കുവാണെങ്കിൽ GM ലും ലെഗ്രാൻഡിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. എൻട്രൻസ് നിങ്ങൾ ഓൾറെഡി കണ്ടു. ഓപ്പൺ ഷെൽഫുകളും മുകൾ ഭാഗത്തൊക്കെ നോക്കുവാണെങ്കിൽ നിറയെ ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല സൗകര്യത്തോട് കൂടിയിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയ കളറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിൽ 2 ലെയറിലും താഴെ 1 ലെയറിലുമായിട്ട് നല്ല രീതിയിൽ സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുവാണെങ്കിൽ വൈറ്റ് കളർ ടൈലാണ്. കൗണ്ടർ ടോപ്പ് പോർഷനും വരുന്നത് വൈറ്റ് തന്നെയാണ്. 3 വിൻഡോസ് ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. കിച്ചന്റെ മുകളിലൊക്കെ സിമ്പിൾ ആയ ലൈറ്റ് ഫിറ്റിംഗ്സ് ആണ് വരുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കിച്ചനോട് സെപ്പറേഷൻ പോലെ കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നല്ലൊരു സ്പേഷ്യസ് ആയ കിച്ചൺ കിട്ടുന്നുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പ് കഴിഞ്ഞാൽ ഒരു ഡിവിഷൻ പോലെ വന്നിട്ട് രണ്ടാമത് ഇവിടെയാണ് നമുക്ക് സെക്കൻഡ് കിച്ചൺ കിട്ടുന്നത്. ഇവിടെ നമുക്ക് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നുണ്ട്. ഇവിടെ നോക്കുവാണെങ്കിൽ നിറയെ കബോർഡുകളാണ്. ആ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് ആണ് വരുന്നത്. റൂഫ് പ്ലെയിൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്നുള്ള ഡോർ തുറന്നാൽ അവിടെ ഓപ്പൺ സ്പേസ് ആണ്. നമുക്ക് വർക്ക് ഏരിയയ്ക്കായിട്ട് നല്ലൊരു സ്പേസ് അവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീട്ടിൽ ടോട്ടൽ 4 ബെഡ്റൂമുകളാണ്. 2 എണ്ണം താഴെ വരുന്നുണ്ട്. ആദ്യത്തെ ബെഡ്റൂം ഇതാണ്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. 14-10 ഫീറ്റ് ആണ് ബെഡ്റൂം സൈസ്. നേരെ കയറി വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് 3 വിൻഡോസ് ആണ് നമുക്ക് കിട്ടുന്നത്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ഒന്നിച്ച് ആ ഒരു ഭാഗത്ത് ഭംഗിയായ ഡിസൈനിലും കളറിലും പാനലിംഗ് വർക്കുകളും ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത്. റൂഫ് വളരെ സിമ്പിൾ ആണ്. എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. ചെറുതായിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമിന്റെ ഡോറിന്റെ മോഡൽ ഇങ്ങനെയാണ് വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് ജയലാണ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനിലാണ് ടൈലുകൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. സൗകര്യത്തോട് കൂടിയിട്ടാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ബെഡ്റൂം സൈസ് രണ്ടും കോമൺ ആണ്. ഇവിടെയും 14-10 ഫീറ്റ് തന്നെയാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റിനും നോക്കിയാൽ കാണാം വിൻഡോസ് ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. റൂഫിൽ എയർ ഹോൾ ഫെസിലിറ്റി വരുന്നുണ്ട്. മുകളിൽ നോക്കുവാണെങ്കിൽ LED ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. റൂമിലെല്ലാം തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ വുഡൻ ഡിസൈനും കളറും നിലനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെയാണ്. വൈറ്റ് കളറിലും ബ്രൗൺ കളറിലും കോമ്പിനേഷനിലൊക്കെയാണ് ടൈലുകൾ വരുന്നത്. രണ്ടാമത്തെ ബാത്റൂമിൽ നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഭാഗത്ത് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. നേരെ നമ്മൾ കയറി വരുന്നത് വലിയൊരു ഹാളിലേക്കാണ്. നിങ്ങൾക്ക് അപ്പർ ലിവിംഗ് സ്പേസ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്യാം. TV എവിടെ വേണമെങ്കിലും വെക്കാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് വോൾ ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലൊക്കെ നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്ന് ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഈ ഒരു പോർഷനിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ ഡോർ തുറന്നാൽ ആദ്യം നമ്മൾ ബാൽക്കണിയാണ് വരുന്നത്. നല്ല സ്പേഷ്യസ് ആയ ഒരു ബാൽക്കണി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ഒക്കെ കൊടുത്ത് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ 4 ബെഡ്റൂമുകൾ കൂടാതെ നല്ലൊരു റീഡിംഗ് റൂം കൂടി കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് റീഡിംഗ് റൂം വരുന്നത്. 10 അടി നീളവും 9.5 അടി വീതിയിലുമുള്ള നല്ലൊരു റൂമാണ്. നിങ്ങൾക്ക് എന്തായിട്ട് വേണമെങ്കിലും ഈ റൂം യൂസ് ചെയ്യാവുന്നതാണ്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. റൂഫിൽ എയർ ഹോൾ വരുന്നുണ്ട്. അതുകൂടാതെ സിമ്പിൾ ലൈറ്റ് ഫിറ്റിംഗ്സ് കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. താഴെ നമ്മൾ 2 ബെഡ്റൂമുകൾ കണ്ടു. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കൂടി കാണാനുണ്ട്. അതിനു മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തുള്ള ഡോർ തുറന്നാൽ നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് ഇറങ്ങുന്നത്. അത്യാവശ്യത്തിന് നല്ലൊരു ഏരിയ തന്നെ നിങ്ങൾക്ക് ഇവിടെ യൂട്ടിലിറ്റിക്ക് ആയിട്ട് കിട്ടുന്നുണ്ട്. വലിയൊരു സ്പേസ് ആണ്. റൂഫ് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻസ് കൊടുത്തിരിക്കുന്നത്. അത് കൂടാതെ നമുക്കൊരു വാഷ് ബേസിൻ കൂടി ഇവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി നോക്കുവാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം ആണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 14-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. വാർഡ്രോബുകളും ഡ്രസ്സിംഗ് ടേബിളും കൂടെ ആ ഒരു കോർണറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോർണർ പോർഷനിലേക്ക് നിങ്ങൾ നോക്കിയാൽ കാണാം അവിടെ ഭംഗിയുള്ള ഡിസൈനിൽ പാനലിംഗ് വർക്ക് കൊടുത്തിട്ട് അവിടെ ഓപ്പൺ ഷെൽഫുകളാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ എയർ ഹോൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സും ആണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ അറ്റാച്ച്ഡ് ബാത്റൂം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആൻഡ് ബ്രൗൺ ഡിസൈൻ വരുന്ന നല്ലൊരു ടൈലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. നമുക്കിനി നാലാമത്തെ ബെഡ്റൂം ആണ് കാണേണ്ടത്. സെയിം സൈസ് തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളും. 14-10 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം സൈസ് വരുന്നത്. നല്ല സ്പേഷ്യസ് തന്നെയാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചുറ്റിനും കാണാം ആവശ്യത്തിന് എയർ സർക്കുലേഷൻ കിട്ടുന്നുണ്ട്. റൂഫിൽ നോക്കുവാണെങ്കിൽ എയർ ഹോൾ ഫെസിലിറ്റി ലൈറ്റ് ഫിറ്റിംഗ്സ് ഇവിടെയും കിട്ടുന്നുണ്ട്. വാർഡ്രോബുകൾ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. മിഡിൽ പോർഷനിലായിട്ട് നമുക്കൊരു മിറർ കൂടി കിട്ടുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നാലാമത്തെ ബെഡ്റൂമും ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈനുള്ള ടൈലുകളാണ് വരുന്നത്. 4 ബാത്റൂമുകളിലും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് ചെയ്തിരിക്കുന്നത്.
ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ 2 ബെഡ്റൂമുകളും ബാൽക്കണിയും റീഡിംഗ് റൂമും യൂട്ടിലിറ്റി സ്പേസും കണ്ടു. അതിനെ കണ്ടിന്യൂ ചെയ്ത് വീണ്ടും നമ്മുടെ സ്റ്റെയർ കേസ് അകത്തോടെ തന്നെയാണ് ടെറസിന്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്നത്. സ്കിപ്പ് ചെയ്ത് നമുക്ക് ഇനിയൂടെ കാണാനുണ്ട്. ഫസ്റ്റ് ഫ്ലോർ കഴിഞ്ഞ് വീണ്ടും മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെയൊക്കെയായിട്ട് അത്യാവശ്യം സ്പേസ് കിട്ടുന്നുണ്ട്. ഡെക്കോർ പീസുകൾ വെക്കാനോ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനോ ഒക്കെ ആ ഒരു സ്പേസ് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഒരു ഹാളാണ്. അത് കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്തൊരു റൂമാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. എന്തെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഈ സ്പേസ് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കുട്ടികൾക്ക് ഇരുന്ന് എന്തെങ്കിലും പഠിക്കണമെങ്കിലോ എന്തിനു വേണമെങ്കിലും നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് ഈ ഒരു ഏരിയ എന്തായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡോറ് വരുന്നത്. ഇത് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ പുറത്തേക്കാണ് ഇറങ്ങാൻ പറ്റുന്നത്. ഇതുപോലെ ഓപ്പൺ ടെറസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. വീട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നോക്കേണ്ടത് സൗകര്യങ്ങളാണ്. നമ്മുടെ സാധനങ്ങൾ സൂക്ഷിക്കാൻ സൗകര്യങ്ങൾ വേണം. നമുക്ക് വീട്ടിലൊരു അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ മിക്ക വീടുകളുടെയും റൂമുകൾ നിറഞ്ഞു കഴിഞ്ഞു. ബാക്കി വരുന്ന സാധനങ്ങൾ സൂക്ഷിക്കാനോ ഇടാനോ നമുക്ക് സ്ഥലമില്ല എന്നുള്ളതാണ്. ആ ഒരു പരാതിയെ പരിഹരിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 10 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന ഭംഗിയുള്ള വീടും സ്ഥിതി ചെയ്യുന്നത്. എലിവേഷൻ കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ലൊക്കേഷൻ കൊണ്ടും എല്ലാം നല്ലൊരു സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ കാക്കനാടിനടുത്ത് പള്ളിക്കരയിലാണ് വീട് വരുന്നത്. പള്ളിക്കര ജംഗ്ഷനിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം മാറിയിട്ട് പറക്കോട് എന്നാണ് സ്ഥലത്തിന്റെ പേര്. മെയിൻ റോഡിനോട് ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ഇൻഫോ പാർക്ക്, തൃപ്പൂണിത്തുറ, കളക്ടറേറ്റ്, ആലുവ, കളമശ്ശേരി എല്ലായിടത്തേക്കും ഈസി ആക്സസ് ആണ് ഈ ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യത്തിന് ലാൻഡ് അളവും വരുന്നുണ്ട്. 4700 ആണ് ലാൻഡ് അളവ്. 2500 ആണ് ടോട്ടൽ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളാണ് വീടിനുള്ളത്. 4.7 സെന്റ് ഓഫ് ലാൻഡിൽ 2500 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. 4 ബാത്റൂമുകളിലും വെറ്റ് ആൻഡ് ഡ്രൈ ഫെസിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. കിണർ വെള്ളമുണ്ട്. നല്ലൊരു ലൊക്കേഷനാണ്. റോഡിന് വളരെ അടുത്താണ്. സൗകര്യങ്ങളുടെ ഏറ്റവും വലിയ ഹൈറ്റ്സിലാണ് വീട് നിൽക്കുന്നത്. ഇത്ര ഭംഗിയുള്ള ഒരു വീടിന് ഒരുപാട് പ്രൈസ് ഒന്നും വരുന്നില്ല. വളരെ ന്യായമായ റേറ്റ് ആണ്. 85 ലക്ഷം രൂപയാണ് ഓണർ ചോദിക്കുന്നത്. 85 lakhs എന്നുള്ളതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങി തരുന്നതായിരിക്കും. ഈ വീട് നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റിയിലും സ്വന്തമാക്കാം. നിങ്ങൾക്ക് ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോൺ ഞങ്ങൾ മാക്സിമം അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. ലോണിന്റെ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും വീട് കിട്ടാതെ നഷ്ടമായി പോവുകയില്ല. നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്നല്ലെങ്കിൽ മറ്റൊരു ബാങ്കിൽ നിന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്ക് ലോൺ എന്തായാലും അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. 85 lakhsന് പുറത്താണ് ഈ ഒരു വീട്. അതുകൊണ്ട് വിട്ടുകളയേണ്ട. എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ നമ്പറുകളുണ്ട്, പിടിച്ചോളൂ. ഇങ്ങനെയുള്ള ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.